ഈ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ തോന്നൽ കുറച്ചുകൂടെ ശക്തമായിരിക്കുക. ഇപ്പോഴും ഞാൻ പറയുക, ഇതേ അയ്യപ്പ വിഗ്രഹം തന്നെയാ എനിക്ക് ആ അമ്മ തന്നത്. പക്ഷേ ഇത് തൻ്റെ കയ്യിൽ എങ്ങനെ വന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപോലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാവില്ലോ കണ്ണേട്ടാ. ശബരിമലയിലെ വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മലയ്ക്ക് പോയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് സത്യ. അതേ അയ്യപ്പ വിഗ്രഹം തന്നെയാ ഇത്. ജീവനുള്ള വിഗ്രഹമാണ് എന്റെ അയ്യപ്പനെന്ന് കണ്ണേട്ടന് തോന്നിയെങ്കിൽ നമ്മളീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ തിരികിടാതെ കാത്തതും സ്വാമി തന്നെ ആയിരിക്കും. ഞാൻ ആശിച്ച പോലെ എല്ലാം നടന്നതിന് എന്റെ സ്വാമിയോട് എനിക്ക് തീർത്താ നന്ദിയുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടാവണേ അയ്യപ്പ സ്വാമി. സ്വാമിയേ ശരണയ്യപ്പ. അങ്ങനെ മാല അഴിച്ചു. ഇനി ഞാൻ സ്വാമിയല്ല, മഹാലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണനാ. അപ്പൊ മാല ഇട്ടപ്പോ അങ്ങനെ അല്ലായിരുന്നോ? അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിലും സ്വാമി ആയതുകൊണ്ട് കുറച്ച് അകലം പാലിക്കണമായിരുന്നല്ലോ. ഇനി അതിന്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ആ വീൽ ചെയറിൽ കയറിയിരുന്നേ. ഇനി ആവേശം കയറിട്ടെ ആരുടെ മുന്നിലൂടെ നടക്കണ്ട. ഇനി വിളക്കണയ്ക്കാം. അണയ്ക്കാം. ഞാൻ അണച്ചിട്ട് വരാം. ബെല്ലടിക്ക്. ആരെങ്കിലും ഉണർന്നില്ലെങ്കിൽ ഉണരട്ടെ. നന്നായിട്ട് ബെല്ലടിച്ചോ. ബെല്ലടിക്ക്. ബെല്ലടിച്ചതുപോലെ തോന്നിയല്ലോ. ഒന്നുകൂടെ അടിക്ക്. ആരാവും ബെല്ലടിക്കുന്നത്? ചിലപ്പോ ബോഡി കൊണ്ടുവന്നതായിരിക്കോ? ഒന്നുകൂടെ അടിക്ക്.